ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ പഠിച്ചു തുടങ്ങി കാണും അല്ലേ? അപ്പോൾ കുറച്ച് പേര് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാവരും പഠിച്ചു തുടങ്ങണം. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാനർ വേണം അല്ലേ? ഫ്രണ്ടിലോട്ട് എങ്ങനെ പഠിച്ചു പോകണം എന്നറിയാൻ വേണ്ടി ഒരു സ്റ്റഡി പ്ലാനർ ഭയങ്കര അത്യാവശ്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സ്റ്റഡി പ്ലാനറാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് RPFൻ്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ടോപ്പിക്സ്, സിലബസ് എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ്, അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെല്ലാം കാണുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് കണ്ടന്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മാത്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, മാത്സിൻ്റെ വീഡിയോസ്, റീസണിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, സയൻസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഉറപ്പാണോ? ഇതുവരെ ആയിട്ട് നിങ്ങൾ എത്ര പേര് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയമുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എവിടെയോ കുറച്ച് പേരിരുന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് ആ സീറ്റ് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള സമയമെങ്കിലും എഫക്റ്റീവായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, അതേപോലെ തന്നെ വർക്കിംഗ് അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് രണ്ടുപേർക്കും സ്റ്റഡി പ്ലാനർ അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യമേ എന്തായാലും ഒരു പ്ലാനിൽ പോയാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഈ പറയുന്ന പ്ലാനർ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് മാത്രം. അപ്പോൾ എനിക്ക് ഇപ്പം ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. അതിനൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനർ ഞാൻ തരുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ടൈമിംഗ് വ്യത്യാസമായിരിക്കും. ചില ആൾക്കാർക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർ ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരായാലും ഈ ടൈം അതനുസരിച്ച് അങ്ങോട്ട് മാറ്റിയാൽ മതി. വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, അങ്ങോട്ട് ടൈം മാറ്റുക. അതേപോലെ ചില ആൾക്കാർക്ക് രാത്രി നേരത്തെ ഒരു 10 മണി അല്ലെങ്കിൽ 9:30 ആയിട്ടും 9 മണിക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരും ടൈം അതനുസരിച്ച് രാവിലെ എണീക്കുന്ന രീതിയിൽ ഈ ഒരു ടൈം ടേബിൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതേപോലെ ഹോം മേക്കേഴ്സിനും നമ്മൾ ടൈം ടേബിൾ ഉണ്ട്. ഹോം മേക്കേഴ്സിനും വർക്കിംഗ് സ്റ്റുഡൻസിനുമായിട്ട്, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടൈം ടേബിൾ ഇടുമ്പോൾ ഞാനിടുന്നത് ഏകദേശം ഒരു ഓഫീസ് ടൈമും ട്രാവലിങ്ങിന് എടുക്കുന്ന സമയം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഈ പ്ലാനർ മാറ്റിക്കൊള്ളണം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട്. റീസണിങ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അതിൽ RPFന് ടോട്ടലി 120 മാർക്സിനാണ്. അതിൽ റീസണിങ് 35 മാർക്ക്, മാത്സ് 35 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 50 മാർക്ക്. ഈ കാണുന്ന പോലെ തന്നെയാണ് 50 മാർക്ക് നമുക്ക് ഒരുപാട് പഠിച്ചാൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് മാത്രമാണ് 50 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ മാർക്കും നമുക്ക് ഈ തന്നേക്കുന്ന എല്ലാ സബ്ജക്റ്റും നമ്മൾ ഈക്വലി കവർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതെങ്ങനെയായിരിക്കാം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അതിനു മുമ്പ് നിങ്ങൾക്ക് ഇനി അടുത്തൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ചില ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനി എക്സാമിൻ്റെ ഡേറ്റ് പുറത്ത് വിട്ടിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിച്ച് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ എക്സ്പെക്റ്റഡ് ഡേറ്റ് വരട്ടെ, എക്സ്പെക്റ്റഡ് സമയം വരട്ടെ, അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് പേര് പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ളതാണ് സമയം. സമയം എന്നും ആയിക്കോട്ടെ, നമ്മൾ തന്നെയാണ് എക്സാം എഴുതേണ്ടത്. എത്രയും നേരത്തെ പഠിച്ചു തീർന്നു അത്രയും നല്ലതാണ്. നമുക്ക് റിവിഷൻ ഒരു സമയം കിട്ടും. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു സീറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കുറേ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടൻസ് അങ്ങ് പഠിക്കും. ഒരുപാട് കണ്ടൻസ് പഠിച്ചിട്ട് ഫൈനലി എന്താവും? കണ്ടൻസ് എല്ലാം അങ്ങ് എന്ത് ചെയ്യും? മറന്നു പോകും അല്ലേ? കണ്ടൻസ് പഠിച്ചു എന്നതിലല്ല കാര്യം, അത് റിവൈസ് ചെയ്ത് കറക്റ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം.
അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലോട്ട് അത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ആവണം. രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓർത്ത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഒരു സെപ്റ്റംബർ തന്നെ കൺസിഡർ ചെയ്ത് ആ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചു തീരുകയും വേണം, അതേപോലെ റിവിഷനും ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ആണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് വേരി ചെയ്യാം, പക്ഷേ നമ്മൾ സെപ്റ്റംബറിനുള്ളിൽ നല്ലതായിട്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് സിലബസ് നമ്മൾ നേരത്തെ നോക്കിയതാണ്, എന്നാലും ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റീസണിങ്ങും ക്യൂഎയും സിലബസ് ബേസിക് ആയിട്ടുള്ള സിലബസ് ആണ്. ഇനി അടുത്തത് തന്നെ കറണ്ട് അഫയേഴ്സ് അല്ല, ജനറൽ അവയർനെസ്സിൽ വരുന്നതാണ്. GA ആയിരുന്നു. അപ്പോൾ അതിൽ വരുന്നതെന്ന് പറയുന്നത് GA ആണ്. GAയിൽ ജനറൽ അവയർനെസ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? സ്പോർട്സ് വരുന്നുണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി, ആർട്സ് ആൻഡ് കൾച്ചർ, കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സ്, പൊളിറ്റി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട് എന്നറിയാൻ വേണ്ടി. നമ്മൾ എവിടെ നോക്കിയാലും സിലബസിൽ ബേസിക് ആയിട്ട് ഇത്ര കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, YCTയുടെ ബുക്ക് നോക്കുക. YCTയുടെ സയൻസിൻ്റെ ബുക്കുണ്ട്, മാത്സിൻ്റെ ബുക്കുണ്ട്, പിന്നെ അതേപോലെ തന്നെ അല്ലാതെ നമ്മുടെ പൊളിറ്റിയൊക്കെ ഉള്ള പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി ഒരു ബുക്കുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്സിൻ്റെ ബുക്കാണ്. അതേപോലെ തന്നെ വേറൊരു ബുക്കും കൂടെ ഉണ്ട്, റീസണിങ്ങിനും ബുക്കുണ്ട്. ഈ ബുക്കിലൊക്കെ നിങ്ങൾ ഇൻഡെക്സിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ഇൻഡെക്സിൽ തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ അകത്തുള്ള സബ് ഡിവിഷൻസ് വരെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ YCT ബുക്ക് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അത് നോക്കി പഠിക്കുമ്പോൾ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് ടൈം ടേബിളിലോട്ട് പോവാം. ടൈം ടേബിളിൽ ആദ്യമേ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ 9 മണിക്കൊക്കെ എണീറ്റ് ലേസി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇനി മുതൽ എന്ത് ചെയ്യുക, 5:30ക്ക് എണീക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ 9 മണിക്ക് എണീറ്റ ആൾ പെട്ടെന്ന് ഒരു 5:30ക്ക് എണീക്കത്തില്ല. കുറച്ച് സമയം കുറച്ച് കൊണ്ടുവന്ന്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 9 മണിക്ക് സ്ഥിരം എണീറ്റുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് കുറച്ചൊരു സമയം 8:45 ആക്കുക. ഓക്കെ, 8:45 ആക്കിയിട്ട് ഞാൻ ഈ പറയുന്ന റുട്ടീൻസ് ഫോളോ ചെയ്യണം. റുട്ടീൻസ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ താണ്ടേ, അത് കഴിഞ്ഞിട്ട് 8:45 എണീറ്റു, 9:15 ഉള്ള 9:15 തൊട്ട് ഈ കറണ്ട് അഫയേഴ്സും സയൻസും GA ഒക്കെ ഇങ്ങനെ ഓർഡറിന് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ നിങ്ങൾ ആ ടൈമിംഗ് അനുസരിച്ച്, ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് പറയത്തില്ല. ചില ആൾക്കാർക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല. അവസാനം മൊത്തത്തിൽ ടെൻഷൻ ആവുന്നത് കാട്ടിയും നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളുക. അപ്പോൾ ഞാൻ പറയുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത് 5:30 AM വേക്കപ്പ് ടൈമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് അരമണിക്കൂർ നിങ്ങൾ ഫ്രഷ് ആയിക്കോളൂ. ആ ഒരു സമയത്ത് ഫ്രഷ് ആയിട്ട് കുറച്ച് നടക്കുകയോ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വാമപ്പോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 to 7 നമ്മൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ, രാവിലത്തെ ടൈം എന്ന് പറഞ്ഞാൽ തിയറി പഠിക്കാൻ ബെസ്റ്റ് ടൈമാണ്. കാരണം നമുക്ക് നല്ല മെമ്മറി പവർ ആയിരിക്കും. നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ നല്ല ഒരു പവർഫുൾ ആയിട്ട് ഇരിക്കുമായിരിക്കും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ആണ് ആ ഒരു ടൈമിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 7:10 to 8:10 നമ്മൾ സയൻസ് ആണ്. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 2024 ഇവിടെ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. അതേപോലെ തന്നെ 2023 കംപ്ലീറ്റ് കവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ 2022 പോവാം. അങ്ങനെയാണ് പഠിച്ചു പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമേ, ചില ആൾക്കാർ കറണ്ട് അഫയേഴ്സ് ഒന്നും തൊട്ട് കാണത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പഠിച്ച് മുകളിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 7:10 to 8:10. ഈ ഒരു 10 മിനിറ്റ് നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. ചില ആൾക്കാരെ കൊണ്ട് പറ്റും, ചില ആൾക്കാർക്ക് അത്ര പറ്റത്തില്ല. കാരണം അവർക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആവും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അടുത്ത സെക്ഷൻ 7:10 to 8:10 സയൻസ് ആണ്. സയൻസ് തന്നെ ഒരുപാട് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അതിലിപ്പോൾ ഒരു ചാപ്റ്റർ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അത് 1 മണിക്കൂറത്തേക്ക് പഠിക്കുക. കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം അപ്പോഴേ കവർ ചെയ്യുക. അപ്പോൾ
ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് ബ്രേക്ക്, 8:20 തൊട്ട് 9:20 വരെ ജനറൽ അവയർനെസ്. ഓക്കെ, ജനറൽ അവയർനെസ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എന്താ, ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്ത് 1 മണിക്കൂർ നമ്മൾ എഫക്റ്റീവായിട്ട് നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക. ചില ആൾക്കാർക്ക് നോട്ട് അപ്പോഴും തന്നെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു സമയം പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതോടൊപ്പം ഈ റിവിഷൻ ടൈം ഇവിടെ വരുന്നുണ്ട്. അപ്പോഴും നോട്ടും കൂടെ എഴുതി റിവൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ജനറൽ അവയർനെസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 1 മണിക്കൂർ നമുക്ക് ബ്രേക്കാണ്. ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന 10:20 തൊട്ട് 11:20 വരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, 1 മണിക്കൂർ റീസണിങ് ചെയ്യുന്നു. ചില ആൾക്കാർക്ക് റീസണിങ് എളുപ്പമായിരിക്കും. അതുകൊണ്ട് എന്നാലും പഠിക്കണം. ഡെയിലി ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് ഇതെല്ലാം ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള റീസണിങ്ങിൻ്റെ എല്ലാ സിലബസും കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ വർക്കൗട്ട് സെക്ഷനാണ്. സീരീസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അനലോഗിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന കാര്യമേ പിന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുക, അതിന് നല്ല സമയം കൊടുക്കുക. ഇനി അടുത്തത് 11:30 to 1:30 മാത്സ് ആണ്. നമ്മൾ ഒരുപാട് ആ ഒരു സമയം കൊടുക്കണം. കാരണം മാത്സ് സ്ഥിരമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് മാത്സിന് വേണ്ടി മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ മാത്സ് ആവുമ്പോൾ നമ്മുടെ ചാനലിലുള്ള ഫുൾ വീഡിയോസ് നിങ്ങൾ എപ്പോഴേ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇനി അടുത്തത് നമ്മൾ 1:30 കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഉച്ച സമയമാണ്. ഉറങ്ങുന്ന ആൾക്കാർ കാണും, ഉറങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തത് ഉറങ്ങുന്ന ആൾക്കാർ കാണും, പിന്നെ കുറച്ച് ഫ്രഷ് അപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ചില ആൾക്കാർ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുറേ ബ്രേക്ക് കിട്ടുന്നുണ്ടല്ലോ, 1:30 to 6 വരെ ബ്രേക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിനുള്ള കാര്യങ്ങളോട് നോക്കുക. കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു പോവുക. കാരണം ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഓടിയെടുക്കാമെന്ന് പറഞ്ഞ് നിന്നാൽ നടക്കത്തില്ല. നമ്മുടെ ഹെൽത്ത് അത് സമ്മതിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഫിസിക്കലി വല്ല പ്രശ്നങ്ങളും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കാലുളുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്കതിന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബോഡിയെ ഇപ്പോഴേ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 6 to 7 എന്ന് പറയുന്നത് വീണ്ടും ജനറൽ അവയർനെസ്. ഇവിടെ പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ബാലൻസ് ഇവിടെ ഇരുന്ന് നോക്കാം. ഇനി അടുത്തത് 7 മണി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുക. റിവിഷൻ ടൈമാണ്. നോട്ട്സ് എന്തെങ്കിലും കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കുക. അതേപോലെ തന്നെ ഇത്രയും നേരം പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ 10:30 കറക്റ്റ് സ്ലീപ്പിംഗ് ടൈമാണ്. ഇത് ഡെയിലി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതാണ് നോർമലി ഒരു പഠിക്കുന്ന സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം സ്റ്റഡീസിന് മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ടൈം ടേബിളാണ്. ഓക്കെ, ഇനി അടുത്തത് വർക്കിംഗ് അല്ലെങ്കിൽ ഹോം മേക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു ടൈം ടേബിളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും ഈ ടൈം ടേബിൾ ആയാലും നേരത്തെ പറഞ്ഞ ടൈം ടേബിൾ ആയാലും നിങ്ങൾ അതനുസരിച്ച് വേരി ചെയ്തുകൊള്ളുക. ഇവിടെയും വേക്കപ്പ് ടൈം നമ്മളിപ്പോൾ വർക്കിംഗ് ആസ്പിറൻസ് അല്ലെങ്കിൽ ഹോം മേക്കേഴ്സിനാകുമ്പോൾ ഒരുപാട് അല്ലാത്ത കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അവരതും കൂടെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ബ്രേക്ക് കുറവാണെന്നല്ല, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അവർ നല്ല സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. കാരണം അവർ ഈ പഠിത്തം മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ടെൻഷൻ അടിക്കേണ്ട. നമുക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ദിവസവും കുറച്ച് മണിക്കൂറേ പഠിക്കുന്നുള്ളെങ്കിലും അത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് 5 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നില്ല മിസ്സേ, സമയം കിട്ടുന്നില്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് ഇപ്പോൾ 3 മണിക്കൂറാണ് നിങ്ങൾ സ്ഥിരമായി പഠിക്കുന്നതെങ്കിൽ ആ 3 മണിക്കൂർ തുടർച്ചയായി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ എത്താൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി വേക്കപ്പ് ടൈം 5 AM ആണ്. 5:30 വരെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്തു. പിന്നെ 5:30 to 6 AM എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർസിൻ്റെ സമയമാണ്. രാവിലത്തെ സമയമല്ലേ കറണ്ട് അഫെയർസ്. അത് കഴിഞ്ഞ് 6:40 to 7:40 എന്ന് പറഞ്ഞാൽ സയൻസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ അവിടെ സയൻസ് തന്നെയാണ് അടുത്ത ടോപ്പിക്കായിട്ട് പഠിച്ചത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ദൂരെയാണ്, ഓഫീസിൽ നിന്ന് ദൂരെയാണെങ്കിൽ ആ ഒരു സമയത്ത് എന്തായാലും പോവേണ്ടി വരും. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് സമയം കിട്ടും. അവിടെ കറണ്ട് അഫെയർസ് വേണമെങ്കിൽ വായിക്കാം, എന്തെങ്കിലും തിയറി പോർഷൻസ് അവിടെ നിന്ന് വായിക്കാം. സയൻസ് വേണമെങ്കിൽ വായിക്കാം, കറണ്ട് അഫെയർസ് വേണമെങ്കിൽ വായിക്കാം. പിന്നെ നമ്മൾ 9 to 6 ജോബ് നോക്കുമ്പോഴും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ തിയറി ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് 8 to 9 എന്ന് പറഞ്ഞാൽ പോളിറ്റി സെക്ഷൻസ്, പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള ജനറൽ അവയർനെസ് എല്ലാം കവർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 9 to 6 ജോബ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങുന്നത് 8 to 9 ആണ്. എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കുള്ള സമയം നമ്മൾ ഫുഡ് കഴിക്കാൻ, ഫ്രഷപ്പ് ചെയ്യാനെല്ലാം യൂസ് ചെയ്യുക. ഇനി അടുത്തത് 9, 10 to 11:30 മാത്സ് ആണ്. മാത്സ് നിങ്ങൾ എന്തായാലും ഡെയിലി സോൾവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി ചില ആൾക്കാരൊക്കെ 11:30, 12:30 വരെയൊന്നും ഇരിക്കാൻ പോസിബിൾ അല്ല. അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിനിടയ്ക്ക് തന്നെ എപ്പോഴെങ്കിലും റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. റീസണിങ് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഏരിയയാണ്, എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ആ റീസണിങ് നിങ്ങൾ അതനുസരിച്ച് ഇവിടെ മാറ്റുക. ഇപ്പോൾ 12:30 വരെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 12:30 വരെ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ നല്ല എഫക്റ്റീവായിട്ട് റീസണിങ് പഠിക്കുക. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ചാപ്റ്റർ, ഇപ്പോൾ നമുക്ക് കുറച്ച് ചാപ്റ്ററല്ലേ ഉള്ളൂ റീസണിങ്ങിന്, അതിൽ കുറച്ച് ഒരു അരമണിക്കൂർ, എല്ലാ ദിവസവും അരമണിക്കൂർ ആകുമ്പോൾ റീസണിങ് ഒക്കെ സുഖമായിട്ട് കഴിയും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാനിതിരെ ഒരു എസ്റ്റിമേഷൻ വെച്ചിട്ടാണ് 1 മണിക്കൂർ ഇട്ടത്. എന്തായാലും 12:30 വരെ നിങ്ങൾ ഇരിക്കുന്ന പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് മാറ്റുക. പിന്നെ സ്ലീപ്പ് ടൈമാണ്. പിന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരുത്താവുന്നതാണ്. ബേസിക് ആയിട്ട് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി ഫൈനലി നമ്മൾ ഇതെല്ലാം എവിടെ നിന്നാണ് കവർ ചെയ്യേണ്ടത്? YCT എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അതിലെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ പഠിക്കുക. ഇനി ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചില സൊല്യൂഷൻസ് ഒക്കെ ഭയങ്കര ലെങ്തിയാണ്, മാത്സിൻ്റെയൊക്കെ സൊല്യൂഷൻസ് ലെങ്തിയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാലോ, അതനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റി ചെയ്താൽ മതി. നമുക്ക് എന്തായാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാലും നമ്മൾ കട്ട് ഓഫ് നിന്ന് കുറച്ച് മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റണം. അത് എന്ന് പറഞ്ഞാൽ ഇനി സമയമുണ്ട്, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി പഠിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇനി ഫർദർ വീഡിയോസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.